വർഷ 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 ഇവളിത് എവിടെ പോയി? വർഷ, നീ ഇതെവിടേക്കാ? എനിക്ക് പോണം. എവിടെ? എവിടേക്കെങ്കിലും. എനിക്ക് നിങ്ങളോടൊപ്പം ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. പോണോ? എന്നാ പറ്റൂ. ചെല്ല്. വർഷ, നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. എന്നെ വിട്. എന്നെ വിട്. പോണ്ട. വർഷ, കഥ തുറക്ക്. വർഷ, വർഷ, കഥ തുറക്കാനാ പറഞ്ഞേ. വർഷ, കഥ തുറക്കാൻ. വർഷ, കഥ തുറക്കാനാ പറഞ്ഞേ. ഞാൻ നിന്റെ ഭർത്താവാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാ ഞാൻ. കഥ തുറക്കണേ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛനില്ല. വർഷ പിഴച്ചുണ്ടാക്കിയതാണെന്ന് നാട്ടുകാർ പറഞ്ഞോട്ടെ. പാവപ്പെട്ടവർക്ക് മയക്കുമരുന്ന് നൽകി കൊല്ലിക്കുന്ന ഒരു പക്ക ക്രിമിനലാണ് എന്റെ കൊച്ചിന്റെ അച്ഛനെന്ന് പുച്ഛത്തോടെ നാട്ടുകാർ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാ. വർഷ, തമാശ കാണിക്കരുത്. കഥ തുറക്കണേ. തുറക്കാൻ. നീ കാണിച്ച തമാശയുടെ ബുദ്ധിമുട്ട് നീ തന്നെ ഒന്ന് അറിയേ. ഒരു വീടകത്ത് നിന്ന് പൂട്ടി അതിനുള്ളിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഒരാളെ വീട്ടിനകത്താക്കിയിട്ട് അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥ വരും. അത് നീയും അനുഭവിച്ചറിയും. വർഷ, നിനക്കെന്നെ അറിയില്ല. നിന്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങുന്ന ഒരു പെൻഡ്രൈവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക വീട്ടാനായി ഇനി നീ എന്നെ തേടി ഇറങ്ങിയോ? ആ പെൻഡ്രൈവ് എത്തേണ്ട കൈകളിലെത്തും. പിന്നെ വിക്രത്തിന് എല്ലാ കാലവും പുറത്തുനിന്ന് പൂട്ടിയ ഇരുമ്പഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ദുഷ്ടനാ നീ, ദുഷ്ടൻ. വർഷ, വർഷ, നിന്നോട് കതവ് തുറക്കാനാ പറഞ്ഞേ. വർഷ, 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 കഥ തുറക്കാൻ.